നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം വായിക്കാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതലുള്ള വാക്യം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതലുള്ള വാക്യം. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അവിടെ മരുഭൂ പ്രയാണത്തിൽ നടന്നു വന്നു. അവർ ശൂർ മരുഭൂമിയിലെത്തി. 22-ാം വാക്യം. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അവരെവിടെ എത്തി? മാറായിലെത്തിയപ്പോൾ മാറായിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന ജനം എവിടെ എത്തി? മാറ മരുഭൂമിയിലെത്തി. 20 ലക്ഷം ജനത്തിന് എന്ത് ചെയ്യണം? വെള്ളം കൊടുക്കണം. 20 ലക്ഷം ജനത്തിന് 1 ലിറ്റർ വെച്ച് കൊടുക്കണമെങ്കിൽ എത്ര വെള്ളം വേണം? 20 ലക്ഷം ലിറ്റർ വെള്ളം വേണം. 20 ലക്ഷം നമ്മുടെ ബിസ്ലറി കുപ്പിയിലൊന്നും കൊണ്ടുവന്ന തികയത്തില്ല. 20 ലക്ഷം ലിറ്റർ വെള്ളം വേണം. പക്ഷെ വെള്ളം അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം എന്താ? കയ്പുള്ള വെള്ളമായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തിന് എന്ത് പേരിട്ടു? മാറ എന്ന് പേരിട്ടു. അപ്പം മാറായിലെത്തി. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. മോശ എന്ത് ചെയ്തു? മോശയോട് ജനം പിറുപിറുത്തപ്പോൾ മോശ എന്ത് ചെയ്തു? മോശ യഹോവയോട് അപേക്ഷിച്ചു. നിങ്ങൾ മനസ്സിലായോ? ജനം ആരോടാ ചോദിച്ചേ? ജനം മോശയോട് ചോദിച്ചു. മോശ ആരോടാ ചോദിച്ചേ? മോശ യഹോവയോട് ചോദിച്ചു. ഹല്ലേലൂയ. ജനം മോശയോട് പിറുപിറുത്തപ്പോൾ മോശ യഹോവയോട് അപേക്ഷിച്ചു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നമ്മൾ ആരോടാ പിറുപിറുക്കുന്നത്? നമ്മൾ മനുഷ്യനോടാണോ പിറുപിറുക്കുന്നത്, അതോ ദൈവത്തോട് അപേക്ഷിക്കുന്നവരാണോ? ഇതാണ് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ മാറായിലെത്തുമ്പോൾ, കയ്പുള്ള സ്ഥലത്തെത്തുമ്പോൾ, കയ്പുള്ള വെള്ളം കുടിക്കേണ്ട സാഹചര്യത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, രോഗത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ജനത്തെ പോലെയാണോ മോശയെ പോലെയാണോ? ജനം മോശയോട് പിറുപിറുത്തു, മോശ യഹോവയോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ ജനത്തിൻ്റെ മനോഭാവം ജനത്തിൻ്റെ പ്രതീക്ഷ മോശയിലായിരുന്നെങ്കിൽ മോശയുടെ പ്രതീക്ഷ ആരില്ല? യഹോവയില. പ്രിയമുള്ളവർ, അപ്പം നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലും നമ്മുടെ പ്രതീക്ഷ ആരിലായിരിക്കണം? യഹോവയിലായിരിക്കണം. ഹല്ലേലൂയ. അപ്പം ജനം മോശയോട് പിറുപിറുത്തു, മോശ യഹോവയോട് അപേക്ഷിച്ചു. ഇതല്ല എൻ്റെ വിഷയം, എന്നാൽ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. യഹോവ മോശയ്ക്കൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം എന്തായി? മധുരമായി തീർന്നു. അവിടെ വെച്ച് അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവരെ പരീക്ഷിച്ചു. എന്നിട്ട് യഹോവ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ അനുസരിച്ചാൽ ഈ പറഞ്ഞ ഒരു വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ യഹോവ റാഫയ. ഞാൻ യഹോവ റാഫയ, നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. അപ്പം യഹോവ തൻ്റെ ഒരു പ്രകൃതിയെ അവിടെ കാണിക്കുക, തൻ്റെ പേരവിടെ വെളിപ്പെടുത്തുക. എന്താ യഹോവയുടെ പേര്? യഹോവ തന്നെ പറയുക, എൻ്റെ പേരെന്താ? ഞാൻ യഹോവ റാഫയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവങ്ങളെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാരതത്തിലാകുമ്പം ദൈവങ്ങൾക്ക് കുറവില്ല അല്ലേ? അപ്പോൾ ദൈവങ്ങൾക്ക് പല പേരുകളിട്ട് നമ്മൾ വിളിക്കും. ഇവിടെ
നമ്മൾ കാണുമ്പോൾ യഹോവ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പേരാണ് ഞാൻ യഹോവ റാഫയ. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, യഹോവയുടെ ഒരു സ്വഭാവം, അവൻ്റെ പ്രകൃതിയെ, അവൻ്റെ പേര് തന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ്റെ പേര് തന്നെ നമ്മുടെ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അവൻ്റെ പേര് തന്നെ നമ്മളെ ഒരു ആരോഗ്യത്തിലേക്ക് നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരെങ്കിലും രോഗത്താൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ പേരെന്താ? യഹോവ റാഫയ. അവൻ നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം ജനം മോശയോട് പിറുപിറുത്തു, മോശ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വെള്ളത്തെ മധുരമാക്കി. യഹോവ പറഞ്ഞു, എൻ്റെ പേരെന്താ? ഞാൻ യഹോവ റാഫയ, ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം യഹോവ റാഫയായ പഴയ നിയമത്തിലുടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് യഹോവയുടെ ഒരു പ്രവർത്തന രീതി. ഇങ്ങനെയാണ്. ജനം ഒരു പ്രശ്നത്തിന് മുമ്പിൽ വരും. ജനം മോശയോട് ചോദിക്കും, അല്ലെങ്കിൽ യഹോവയോട് അപേക്ഷിക്കും. യഹോവ അവർക്ക് അത് ചെയ്തു കൊടുക്കും. നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ, ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ഈ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. 8 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. അപ്പം രഫിദീമിലെത്തി. നേരത്തെ ഷൂർ മരുഭൂമിയിലായിരുന്നു ഇസ്രായേൽ ജനം, ഇപ്പം രഫിദീം മരുഭൂമിയിലെത്തി. മറ്റൊരു മരുഭൂമിയിലെത്തിയപ്പോൾ അവിടെ എന്ത് പറ്റി? ഷൂർ മരുഭൂമിയിൽ മാറയായിരുന്നെങ്കിൽ രഫിദീമിൽ എന്താ? യുദ്ധവാ. ഷൂർ മരുഭൂമിയിൽ കയ്പായിരുന്നെങ്കിൽ രഫിദീമിൽ യുദ്ധവാ. അമാലേക്ക് വന്ന് അവരോട് യുദ്ധത്തിന് വന്നു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹറോനും ഹൂറും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ച് അവൻ അതിന്മേലിരുന്നു. അഹറോനും ഹൂറും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസ്സി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യഹോവ തന്നെ മറ്റൊരു പേര് ഇവിടെ വെളിപ്പെടുത്തുക. അതെന്താ? യഹോവ നിസ്സിയ. യഹോവ എൻ്റെ ജയക്കൊടിയ. ലോർഡ് ഈസ് മൈ ബാനർ. യഹോവ എൻ്റെ ജയക്കൊടിയ. അപ്പം നമ്മൾ ഒരു പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ യഹോവ എന്താ? യഹോവ റാഫയാണെന്ന് കണ്ടു. ഇവിടെ നമ്മൾ എന്താ കണ്ടത്? യഹോവ നിസ്സിയ. അത് അമാലേക്കുമായി യുദ്ധത്തിന് വന്നപ്പോൾ, അമാലേക്ക് ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് വന്നപ്പോൾ മോശയും അഹരോനും ഹൂരും കൂടി ഒരു മലയുടെ മുകളിൽ കയറി. മോശ കരമുയർത്തി നിൽക്കുമ്പോൾ എന്തു ചെയ്യും? ഇസ്രായേൽ മക്കൾ ജയിക്കും. മോശയുടെ കരം താഴുമ്പോൾ ഇസ്രായേൽ മക്കൾ താഴ്വരത്തിൽ പരാജയപ്പെടും. അങ്ങനെ മോശ വൈകുന്നേരം വരെ തൻ്റെ കൈ ഉയർത്തി നിന്നു. ഇസ്രായേൽ മക്കൾ ജയിക്കുവാനിടയായി. ആ സ്ഥലത്ത് വെച്ചിട്ട് അവനൊരു യാഗപീഠം ഉണ്ടാക്കി. അവിടെ വെച്ചിട്ട് അവൻ പറഞ്ഞു, യഹോവ എൻ്റെ നിസ്സിയ, യഹോവ എൻ്റെ ജയക്കൊടിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുമ്പോൾ യഹോവയുടെ പല പേരുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. യഹോവയുടെ നമ്മൾ 2 പേര് ഇവിടെ കണ്ടല്ലോ. ഒന്ന് യഹോവ റാഫയ, യഹോവ നിസ്സിയ. യഹോവ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാ, യഹോവ എൻ്റെ ജയക്കൊടിയ. അപ്പം ജനം യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ യഹോവ എന്ത് ചെയ്യും? ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. യഹോവ ജനത്തെ വിടുവിക്കും. ജനം യുദ്ധം നേരിട്ടപ്പോൾ യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവ അവരെ വിടുവിച്ചു. ജനം മാറയുടെ കൈപ്പുള്ള വെള്ളത്തിനടുക്കൽ എത്തിയപ്പോൾ അവർ ജനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവർക്ക് മധുരമാക്കി തീർത്തു. യഹോവ റാഫയാണെന്ന് പറഞ്ഞു. യഹോവ നമ്മൾ പഴയ നിയമത്തിൽ യഹോവയുടെ പല പേരുകൾ കാണാം. യഹോവ ശാലോമ, യഹോവ ഷമ്മയ. യഹോവ ശാലോം എന്ന് വെച്ചാൽ യഹോവ എൻ്റെ സമാധാനം. യഹോവ ഷമ്മ എന്ന് വെച്ചാൽ യഹോവ അവിടെ ഉണ്ട്. യഹോവ സിദക്കേനു, യഹോവ എൻ്റെ നീതി. അപ്പം യഹോവ ഈരെ, യഹോവ കരുതുന്ന ദൈവമാണ്. അപ്പം ഇതെല്ലാം പല ഭക്തന്മാരും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് കാര്യങ്ങൾ ചെയ്തു തന്നപ്പോൾ ദൈവം തനിക്ക് തന്നെ പരിചയപ്പെടുത്തിയൊരു പേരാണ് നമ്മൾ ഈ പഴയ നിയമത്തിൽ കാണുന്ന പേരുകൾ. യഹോവ റാഫ,
യഹോവ ഷമ്മ, യഹോവ നിസ്സി, യഹോവ ഷാലോം, യഹോവ സിദക്കേനു, യഹോവ ഈരെ. അപ്പം ഇതെല്ലാം യഹോവയുടെ ദൈവത്തിൻ്റെ പല 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 പേരുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പഴയ നിയമത്തിലെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന രീതി. എന്നാൽ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ എത്തുമ്പോഴേക്കും ഇതിൻ്റെ ഒരു നിലവാരം അങ്ങ് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ജനം പ്രശ്നത്തിൽ വന്നു, ജനം മോശയോട് അപേക്ഷിച്ചു, അല്ലെ ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവം അത് ചെയ്തു തന്നു. യഹോവയുടെ ഒരു വെളിപ്പാട് ഇവർക്ക് ലഭിച്ചു. യഹോവയെ പറ്റി ഇവർക്ക് മനസ്സിലായി. യഹോവയുടെ പ്രവൃത്തി കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി. എന്നാൽ അപ്പോൾ യഹോവ റാഫ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം യഹോവ എന്ത് ചെയ്യുന്നവനാ? എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. യഹോവ ഷാലോം എന്ന് കേൾക്കുമ്പോൾ എനിക്കറിയാം യഹോവ എനിക്ക് സമാധാനം തരുന്ന ദൈവമാണ്. യഹോവ ഈരെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി യഹോവ എന്ത് ചെയ്യും? എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ കരുതുന്ന ദൈവമാണ്. യഹോവ നിസ്സി എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് ജയക്കൊടി നൽകുന്ന ദൈവമാണ് യഹോവ. അപ്പം ദൈവത്തിൻ്റെ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ഇത് ചെയ്തു തരും, ദൈവം ഇത് ചെയ്തു തരും. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്, ദൈവം സമാധാനം തരുന്ന ദൈവമാണ്, ദൈവം കരുതുന്ന ദൈവമാണ്, ദൈവം നമ്മുടെ ജയക്കൊടിയ. ഇതെല്ലാം ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രവർത്തന രീതി അങ്ങ് മാറും. അതായത് ദൈവസഭയിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഈ രീതിയിലല്ല. ദൈവത്തിൻ്റെ പ്രവർത്തന രീതി മാറി. ഹല്ലേലൂയ. ഇത് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. കാരണം നമ്മൾ പഴയ നിയമ വിശ്വാസികളെ പോലെ, പഴയ നിയമ മരുഭൂ പ്രയാണത്തിൽ നടന്ന ഇസ്രായേൽ മക്കളെ പോലെ പ്രതിസന്ധിയുടെ മുമ്പിൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ നമുക്ക് ചെയ്തു തരുന്ന ഒരു നിലവാരത്തിലല്ല പുതിയ നിയമത്തിൽ ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ അതിന് വ്യത്യസ്തമായിട്ടാണ് ദൈവം തൻ്റെ ജനങ്ങളോട് ഇടപെടുന്നത്, ദൈവം തൻ്റെ ഭക്തരോട് ഇടപെടുന്നത്, ദൈവം തൻ്റെ മക്കളോട് ഇടപെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പഴയ നിയമത്തിലെ യഹോവയുടെ പേരുകൾ നമ്മൾ കണ്ടു. യഹോവ റാഫയായവന, ഷമ്മയായവന, ഷാലോമ, ഈരയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞു പോയതാ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പല പേരുകൾ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ പല പേരുകൾ കാണാൻ പറ്റും. ഈ പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ നമ്മുടെ ജീവിതത്തിൽ, പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്കൊരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 16-17 വാക്യം. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കാം, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ വാഗ്ദത്തം എന്താ? പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ വാഗ്ദത്തം, കർത്താവ് റാഫയാണ്, അവൻ മാറിയിട്ടില്ല. കർത്താവ് ഷമ്മയാണ്, അവൻ മാറിയിട്ടില്ല. കർത്താവ് ഈരയാണ്, അവൻ മാറിയിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അതിലും കയറിയ ഒരു വെളിപ്പാടിലേക്കാണ് ദൈവസഭയെ നടത്തുന്നത്. പുതിയ നിയമത്തിൽ യഹോവ റാഫയാണ് എന്നുള്ള വെളിപ്പാട് നമുക്ക് പോരാ. പുതിയ നിയമ വിശ്വാസിക്ക് ദൈവം ആഗ്രഹിക്കുന്നത് നീ യഹോവ ഷമ്മയാണ് എന്ന വെളിപ്പാടിൽ ഒതുങ്ങി നിന്നാൽ പോരാ. പുതിയ നിയമ വിശ്വാസി യഹോവ ഷാലോമാണ് എന്ന വെളിപ്പാടിൽ നീ നിന്നാൽ പോരാ. പുതിയ നിയമ വിശ്വാസിക്ക് ഇതിലപ്പുറമുള്ളൊരു വെളിപ്പാടിലേക്കാ ദൈവസഭയെ നടത്താൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അതിൻ്റെ വ്യത്യാസം? അവൻ എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് തരും. സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ, എന്നേക്കും അവൻ്റെ പ്രത്യേകത, ഹി മേ അബൈഡ് വിത്ത് യു ഫോർ എവർ. എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കാൻ അവൻ തരും. അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് മാത്രമല്ല, പിന്നെന്താ പറയുക, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും
നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത്, സത്യത്തിൻ്റെ ആത്മാവിനെ പറ്റി പറയുന്നത്. സത്യത്തിൻ്റെ ആത്മാവ് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കും, എന്നേക്കും നിങ്ങളോടുകൂടെ വസിക്കും, എന്നേക്കും നിങ്ങളിൽ ഇരിക്കും. നിങ്ങളോടുകൂടെ ഇരിക്കും, നിങ്ങളോടുകൂടെ വസിക്കും, നിങ്ങളിലിരിക്കും. ഇതാണ് പരിശുദ്ധാത്മാവ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴേക്കും കാര്യങ്ങളുടെ സീൻ മാറി. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴേക്കും കാര്യങ്ങളുടെ തലം മാറി. എന്താ ദൈവം പറയുന്നത്? അവൻ ആരെ അയക്കും? പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ ആരെ അയക്കും? സത്യത്തിൻ്റെ ആത്മാവിനെ അയക്കും. സത്യത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യും? അവൻ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന്, എന്നേക്കും നിങ്ങളിൽ വസിക്കേണ്ടതിന്, എന്നേക്കും നിങ്ങളിൽ ഇരിക്കേണ്ടതിന് വേണ്ടി അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ നമ്മളുടെ അടുക്കലേക്ക് അയക്കും. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിന് ദൈവം നൽകിയ ഇതെന്താ? അസൈൻമെന്റ് എന്താ? എന്നേക്കും തൻ്റെ ജനത്തോടുകൂടെ ഇരിക്കണം, എന്നേക്കും അവരുടെ കൂടെ വസിക്കണം, എന്നേക്കും അവരിലിരിക്കണം. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുകയല്ല, ദൈവം നമ്മുടെ കൂടെ വസിക്കുകയല്ല, ദൈവം നിങ്ങളിൽ ഇരിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യഹോവയുടെ ആഗ്രഹം എന്തായിരുന്നു? നിങ്ങൾ എനിക്കൊരു സമാഗമന കൂടാരം ഉണ്ടാക്കണം, ഞാൻ ഈ സമാഗമന കൂടാരത്തിൽ നിങ്ങളുടെ ഇടയിൽ വസിക്കും, അല്ലേ? നിങ്ങളുടെ ഇടയിൽ വസിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ എത്തിയപ്പോഴേക്ക് യഹോവ പറയുക, എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഇരുന്നാൽ പോരാ, നിങ്ങളുടെ കൂടെ ഇരിക്കണം. നിങ്ങളുടെ കൂടെ ഇരുന്നാൽ പോരാ, നിങ്ങളുടെ കൂടെ വസിക്കണം. നിങ്ങളുടെ കൂടെ വസിച്ചാൽ പോരാ, നിങ്ങളിലിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്, അല്ലേ? നമ്മുടെ കൂടെ നടക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അവരെത്ര നേരം ഉണ്ടാവും? ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നാൽ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വസിക്കുന്ന ചിലരുണ്ട്. ഇപ്പം നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരെന്ത് ചെയ്യുക? നമ്മുടെ വീട്ടിൽ വസിക്കുന്നവരാ. അപ്പം നമ്മൾ ജോലി സ്ഥലത്ത് കാണുന്ന വ്യക്തികളെക്കാളും കുറച്ചുകൂടി അടുപ്പം നമുക്ക് ആരോടുണ്ട്? നമ്മൾ വീട്ടിലുള്ളവരുണ്ട്. അവർ നമ്മുടെ കൂടെ എന്നേക്കും വസിക്കുന്നവരാ. അപ്പം പരിശുദ്ധാത്മാവിനെ പറ്റി എന്താ കർത്താവ് പറഞ്ഞത്? അവൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കും, എന്നേക്കും നിങ്ങളോടുകൂടെ വസിക്കും. ഇതും പോരാ, ദൈവം എന്താ പറയുന്നത്? എന്നേക്കും നിങ്ങളിലിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് അവൻ നിങ്ങളോടുകൂടി ഇരുന്ന്, പഴയ നിയമത്തിൽ സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രശ്നം വന്നാൽ മോശ സമാഗമന കൂടാരത്തിൽ പോയി യഹോവയോട് ചോദിക്കും. പ്രശ്നം വന്നാൽ ജനം മോശയോട് ചോദിക്കും, മോശ സമാഗമന കൂടാരത്തിൽ പോകും, യഹോവയോട് ചോദിക്കും. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഇവിടെ 24/7 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വസിക്കും. ഇതും പോരാ എന്ന് യഹോവയ്ക്ക് തന്നെ പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലിരിക്കും, നിങ്ങളുടെ ഉള്ളിലിരിക്കും, നിങ്ങളുടെ ഉള്ളിലിരിക്കും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കും, എന്നേക്കും നിങ്ങളോടുകൂടെ വസിക്കും, എന്നേക്കും നിങ്ങളിൽ ഇരിക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവീക പദ്ധതിയാണ് പ്രിയമുള്ളവരെ പുതിയ നിയമസഭയിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിൽ സാധ്യമായ ഏത് ബന്ധത്തെക്കാളും ആഴമേറിയ ഒരു ബന്ധമാണ് ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഒരു വിശ്വാസിയുടെ മേൽ പകരുന്നത്. അവൻ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുന്നവനാ, എന്നേക്കും നിങ്ങളോട് വസിക്കുന്നവനാ, എന്നേക്കും നിങ്ങളിൽ ഇരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇനി ഒരു അടുത്ത തലത്തിലേക്ക് കാര്യങ്ങൾ പോവുക. അത് നിങ്ങൾക്ക് പഴയ നിയമത്തിലെ ഒരു ഇത് കണ്ടല്ലോ, അല്ലേ? എന്താ? ഒരു മാറയിൽ വന്നാൽ ജനം മോശയുടെ പിറുപിറുക്കും, മോശ ദൈവത്തോട് അപേക്ഷിക്കും. അമാലേക്ക് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ മോശ പർവ്വതത്തിൽ കയറും, യഹോവയുടെ കൈ ഉയർത്തും, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ യഹോവ തന്നെ ആരുടെ ഉള്ളിലാ? നമ്മുടെ ഉള്ളിലാ. യഹോവ നമ്മുടെ കൂടെ ഇരിക്കുന്നു, യഹോവ നമ്മുടെ കൂടെ വസിക്കുന്നു, യഹോവ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, ഉള്ളിലിരിക്കുന്നു. ഈ ഒരു നിലവാരത്തിലേക്ക് ജനത്തെ ഒരു ഉയർന്ന ജീവിത രീതിയിലേക്ക് മാറ്റുവാനാ ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കണ്ട ഇസ്രായേൽ മക്കൾ ജീവിച്ചൊരു നിലവാരത്തിൽ ജീവിക്കാനല്ല പുതിയ നിയമസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത്. പുതിയ നിയമസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ് എന്നേക്കും വസിക്കുന്നവനാ. നീ യഹോവയുടെ മന്ദിരവാ. നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ തേജസ്സുണ്ട്. നീ ജീവിക്കുന്നത് ഈ ഒരു നിലവാരത്തിലല്ല. നമ്മൾ ജീവിക്കുന്നത് മറ്റൊരു ഉയർന്ന നിലവാരത്തിലാ. എ ഹയർ
പ്ലെയിൻ ഓഫ് എക്സിസ്റ്റൻസ്, മറ്റൊരു ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ് എന്നേക്കും വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ മനസ്സിലായി, ഈ പരിശുദ്ധാത്മാവിന് അനേകം പേരുകളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സിസ്റ്ററും ജയ സിസ്റ്ററൊക്കെ പറയും, പരിശുദ്ധാത്മാവിന് ബൈബിളിൽ അനേകം പേരുകൾ. പരിശുദ്ധാത്മാവിൻ്റെ 20 പേരുകൾ ബൈബിളിൽ പറയുന്നുണ്ട്. ഈ 20 പേരുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹോവ റാഫ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? യഹോവ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. യഹോവ ഈരെ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? യഹോവ എനിക്ക് കരുതുന്ന ദൈവമാണ്. യഹോവ ശാലോം എന്ന് കേട്ട് കഴിഞ്ഞാൽ യഹോവ എനിക്ക് സമാധാനം തരുന്ന ദൈവമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ പറ്റി നിങ്ങളൊരു വാക്ക് കേട്ടാൽ നിങ്ങൾ എന്താ അത് മനസ്സിലാക്കേണ്ടത്? ഈ പരിശുദ്ധാത്മാവ് ആരുടെ ഉള്ളിലാ? എൻ്റെ ഉള്ളിലാ. ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിലാ. ഈ പരിശുദ്ധാത്മാവ് എന്ന ഇതിൻ്റെ പൂർണ്ണത എൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ പേരുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ മാറും. നമ്മുടെ ജീവിതത്തോളം നമ്മുടെ മനോഭാവം മാറിത്തുടങ്ങും. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. ഒരാൾ റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള മതി. ഈ പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? അവൻ ജീവന്റെ ആത്മാവാ. എല്ലാവരും പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് എന്താ? ജീവന്റെ ആത്മാവാ. അവൻ സ്പിരിറ്റ് ഓഫ് ലൈഫാ. പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാ. ഈ ജീവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമോ? പാപത്തിന്റെ പ്രമാണവും മരണത്തിന്റെ പ്രമാണവും നിന്റെ ജീവിതത്തിന് വഴിമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവം യഹോവ റാഫയാണ് എന്ന് പറയുന്ന പോലെ അല്ല ഇത്. പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാ. ജീവന്റെ ആത്മാവ് ഇപ്പം എവിടെയുള്ളത്? എൻ്റെ ആത്മാവിലാണ് ഉള്ളത്. ജീവന്റെ ആത്മാവ് എൻ്റെ ആത്മാവിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ ശരീരത്തിന് പാപത്തിൻ്റെ പ്രമാണം വഴിമാറും. ജീവന്റെ ആത്മാവ് എൻ്റെ ആത്മാവിൽ വന്നാൽ മരണത്തിൻ്റെ പ്രമാണം വഴിമാറും. മരണം വഴിമാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജീവന്റെ ആത്മാവാ. ദൈവം നമുക്ക് ജീവൻ തരും എന്നല്ല പറഞ്ഞത്. ജീവനായ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ ദൈവിക ജീവനാൽ നിറഞ്ഞവനായി മാറി. എൻ്റെ ഉള്ളിൽ ദൈവിക ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. അത് പാപത്തെ തകർത്തു, അത് മരണത്തെ തകർത്തു, അത് ജീവനെ കൊണ്ടുവരുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വ്യത്യാസം ഞാൻ പറഞ്ഞത്, അതായത് പഴയ നിയമത്തിൽ ഒരാവശ്യം വന്നാൽ നിങ്ങൾ യഹോവയോട് പ്രാർത്ഥിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ ഒരാവശ്യം വന്നാൽ നിങ്ങളുടെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ജീവൻ നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. പഴയ നിയമത്തിൽ യഹോവ സ്വർഗത്തിലാണെങ്കിൽ പുതിയ നിയമത്തിൽ യഹോവ നിന്റെ ഉള്ളിലാ. പഴയ നിയമത്തിൽ യഹോവയുടെ ആത്മാവ്, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുമ്പോൾ വരുമെങ്കിൽ പുതിയ നിയമത്തിൽ യഹോവ നമ്മുടെ ആത്മാവിലാ. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലാ. ജീവൻ നമ്മുടെ ആത്മാവിലാ. ജീവൻ നമ്മുടെ ഉള്ളിലാ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ താക്കോൽ എൻ്റെ ആത്മാവിലാ. ഹല്ലേലൂയ. ജീവന്റെ ഉത്ഭവം നമ്മുടെ ആത്മാവിൽ നിന്നാണ് ഒഴുകുന്നത്. ജീവന്റെ ഒഴുക്ക് നമ്മുടെ ആത്മാവിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ ആത്മാവ് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ? ജീവന്റെ ആത്മാവാ. ഈ ജീവൻ എൻ്റെ ഉള്ളിൽ വന്നാൽ പ്രിയമുള്ളവരെ, എൻ്റെ ശരീരത്തിൽ ഈ ജീവൻ വെളിപ്പെടാൻ തുടങ്ങും. ശരീരത്തിൽ ഈ ജീവന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. ശരീരത്തിൽ ഈ ജീവന്റെ ഈ പാപത്തെയും രോഗത്തെയും മരണത്തെയും തകർക്കുന്ന ജീവൻ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേരെന്താ? അവൻ ജീവന്റെ ആത്മാവാ. അവൻ ജീവന്റെ ആത്മാവാ. ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എന്ത് വന്നു? ജീവൻ വന്നു. അപ്പം ഇനി രോഗം മാറാൻ വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ആത്മാവിൽ എന്തുണ്ട്? ജീവന്റെ ആത്മാവുണ്ട്. എൻ്റെ ആത്മാവിൽ ജീവന്റെ ആത്മാവുണ്ട്. ഈ ജീവന്റെ ആത്മാവുമായിട്ട് ഞാൻ ബന്ധപ്പെടുമ്പോൾ ആ ജീവൻ എൻ്റെ ശരീരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. ആ ജീവന്റെ ആത്മാവുമായിട്ട് ഞാൻ കണക്റ്റഡ് ആകുമ്പോൾ ഈ ജീവൻ എൻ്റെ ശരീരത്തിൽ ഒഴുകാൻ തുടങ്ങും. ആ ജീവന്റെ ആത്മാവിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ജീവൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം റോമർ 8:11 വാക്യം. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്
നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. മനസ്സിലായി? യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ എൻ്റെ ശരീരത്തിൽ ജീവൻ വരുന്ന എവിടെ നിന്നാ? എൻ്റെ ആത്മാവിൽ നിന്നാ. എൻ്റെ ശരീരത്തിൽ ഞാൻ ആരോഗ്യത്തിലേക്ക് നടക്കുന്ന എവിടെന്നാ? എൻ്റെ ആത്മാവെന്നാ. എൻ്റെ രോഗങ്ങൾ മാറുന്ന എവിടെന്നാ? എൻ്റെ ആത്മാവിന്നാ. കാരണം ജീവൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിലുണ്ട്. ജീവൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിലുള്ള കൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ രോഗങ്ങളെ ഈ ജീവൻ്റെ ആത്മാവ് മാറ്റും. മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. മർത്യ ശരീരങ്ങളെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് വിടുവിക്കും. പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇത് ജീവൻ്റെ ആത്മാവാ. ഞാൻ പറഞ്ഞ മനസ്സിലായി? അതായത് പഴയ നിയമത്തിൽ രോഗം വന്നാൽ നീ യഹോവയോട് അപേക്ഷിക്കും. പക്ഷെ പുതിയ നിയമ വിശ്വാസിയുടെ മേൽ രോഗം വന്നാൽ ഇവൻ എന്ത് ചെയ്യും? ഇവൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഈ ജീവൻ്റെ ആത്മാവുണ്ട്. ഇവൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഈ ജീവൻ്റെ ശക്തിയുണ്ട്. ഇവൻ്റെ ഉള്ളിൽ ആരുണ്ട്? രോഗത്തെ തകർക്കുന്ന ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എൻ്റെ ആത്മാവിലുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് തൊട്ടാൽ, ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്പർശിച്ചാൽ, ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് കണക്റ്റഡ് ആയാൽ, പരിശുദ്ധാത്മാവിനെ ഒന്ന് അറിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ജീവൻ ഒഴുകും. കാരണം അവൻ ജീവന്റെ ആത്മാവാ. മരണത്തെ തകർക്കുന്ന ആത്മാവാ. പാപത്തെ തകർക്കുന്ന ആത്മാവാ. അവൻ എൻ്റെ ആത്മാവിലുണ്ട്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് അവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. അതാണ് ജീവൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. റോമാലേഖനം 1:4. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. താഴേക്ക് വായിച്ചാൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ പേര് നമ്മൾ പഠിച്ചത് എന്താ? അവൻ ജീവന്റെ ആത്മാവാ. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? അവൻ വിശുദ്ധിയുടെ ആത്മാവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാ. റോമർ 1:5 പറയുന്നു പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാ. അതായത് പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ വന്നാൽ എൻ്റെ ആത്മാവിൽ എന്ത് വന്നു? വിശുദ്ധി വന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത് പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ വന്നപ്പം എന്ത് വന്നു? ജീവൻ വന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ വന്നപ്പോൾ എന്ത് വന്നു? വിശുദ്ധി വന്നു. അപ്പം എൻ്റെ ചോദ്യം, നിങ്ങൾ ജീവിച്ച് വിശുദ്ധരാവുകയാണോ ചെയ്യുന്നത്, അതോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാവുകയാണോ ചെയ്യുന്നത്? യഹോവയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ എന്ത് ചെയ്തു? വിശുദ്ധിയുടെ ഒരു ഹോൾസെയിൽ ബിസിനസ് തുടങ്ങി. എവിടെ? നിങ്ങളുടെ ആത്മാവിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇത് പഴയ നിയമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുവാനായി ജനം യാഗങ്ങൾ അർപ്പിച്ചു, നേർച്ചകൾ നേർന്നു, ഇതെല്ലാം ചെയ്തിട്ടും വിശുദ്ധീകരിക്കപ്പെടാത്ത ജനത്തെ വിശുദ്ധീകരിക്കുവാനായി യഹോവ എന്ത് ചെയ്തു? വിശുദ്ധിയുടെ ഉറവിടത്തെ എൻ്റെ ആത്മാവിൽ അങ്ങ് അയച്ചു. ഇനി നീ തൊടുന്നവർ വിശുദ്ധരാകും. കാരണം നീ വിശുദ്ധവാ, നീ അതിവിശുദ്ധ സ്ഥലവാ. കാരണം നിന്റെ ഉള്ളിൽ വിശുദ്ധിയുടെ ആത്മാവാ വസിക്കുന്നേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു തുടങ്ങി മനസ്സിലായി? നിങ്ങൾ പുതിയ നിയമത്തിൽ പ്രാർത്ഥിച്ച് നേടുന്ന പരിപാടിയല്ല. പുതിയ നിയമത്തിൽ യഹോവ എല്ലാം തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ പകർന്നു കഴിഞ്ഞു. ആ പരിശുദ്ധ ആത്മാവിൽ നിന്ന് ജീവിച്ചു തുടങ്ങുമ്പോൾ ഇതെല്ലാം വെളിപ്പെട്ട് തുടങ്ങും. അപ്പം പരിശുദ്ധാത്മാവ് എന്താ? ജീവൻ്റെ ആത്മാവാ. പരിശുദ്ധാത്മാവ് എന്താ? വിശുദ്ധിയുടെ ആത്മാവാ. പരിശുദ്ധാത്മാവ് ജീവൻ്റെ ആത്മാവാ. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാ. റോമർ 1:5. ആ വാക്യം ഒന്നും കൂടി വായിക്കാം നമുക്ക്. റോമർ 1:5. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ
വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. ദൈവപുത്രൻ എന്ന് അപ്പൊ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാ, പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇന്നും പാപം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചിലർ പറയില്ല എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കണ്ണുകൊണ്ടുള്ള പാപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ നാക്കിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ അഹങ്കാരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്നേഹത്തോടെ ഇടപെടാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന പല മേഖലകളാണ് ഇതെല്ലാം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി വിശുദ്ധിയുടെ ആത്മാവ് എൻ്റെ ആത്മാവിലുണ്ട്. ജ്യോതി സിസ്റ്ററെ, കറണ്ട് കമ്പിയിൽ കൈ കൊടുത്താൽ എന്താ നമ്മുടെ കയ്യിലേക്ക് ഒഴുകുക? കറണ്ടല്ലേ, അല്ലേ? സംശയമില്ലല്ലോ. കറണ്ട് 11 kV ലൈനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, 11 kV ലൈനിൽ പോയി തൊട്ടാൽ മതി, എന്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകും? കറണ്ട്. അത് അപ്പം അറിയും. അങ്ങനെയെങ്കിൽ അറിയാൻ പോലും ബോധമുണ്ടാവില്ല, അപ്പം തീരും. അങ്ങനെയാണെങ്കിൽ വിശുദ്ധിയുടെ ആത്മാവിന് കൈ കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊഴുകും? വിശുദ്ധിയെ ഒഴുകത്തുള്ളൂ. വിശുദ്ധിയുടെ ആത്മാവുമായി നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്ക്, നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയുടെ ഒരു ഡാം തുറക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് 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 അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല, ഇതൊക്കെ അങ്ങ് തൊട്ടാൽ മതി, ഇതങ്ങ് ഒഴുകി തുടങ്ങും. ഈ വിശുദ്ധിയെ കണക്ട് ചെയ്താൽ മതി, ഇത് ഒഴുകാൻ തുടങ്ങും. ഈ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടാൽ മതി, ഇത് ഒഴുകാൻ തുടങ്ങും. അതുപോലെയാ ജീവനുമായി ഒന്ന് തൊട്ടാൽ ജീവൻ ഒഴുകി തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പാപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് ഇനി ആരും പറയരുത്. കാരണം എന്താ? വിശുദ്ധിയുടെ ഉറവിടമാ എൻ്റെ ആത്മാവിൽ. വിശുദ്ധിയുടെ ഹോൾസെയിൽ ബിസിനസ്സാണ് നിന്റെ ആത്മാവിൽ നടക്കുന്നേ. അവിടെ പോയി ഒന്ന് കയറി നിന്നാ മതി, വിശുദ്ധി ഒഴുകി തുടങ്ങും. വിശുദ്ധി ഒഴുകി തുടങ്ങും. അവിടെ ഒന്ന് കയറി നിന്നാ മതി, ജീവൻ ഒഴുകി തുടങ്ങും. ജീവന്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്. ഹല്ലേലൂയ. ചിലർ പറയും, ബ്രദറെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അമ്മായിയമ്മേനെ കണ്ടാൽ എനിക്ക് പ്രശ്നമാണ്, എന്ത് ചെയ്താൽ എനിക്ക് അമ്മായിയമ്മ ബാക്കി എല്ലാവരും എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റുന്നില്ല എന്ന് നമ്മൾ ചില അങ്ങനെ തോന്നലുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നെയ്ബർ, നമ്മുടെ അയൽപക്കത്തെ ആളെ മാത്രം എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, ബാക്കി എല്ലാവരും എനിക്ക് സ്നേഹിക്കാം അല്ലേ? സുന്ദർ ചിരിക്കുന്നു. അപ്പോൾ സ്നേഹിക്കാൻ നമുക്ക് പറ്റും. അപ്പം നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 5 വർഷം ഞാൻ ഈ ചർച്ചിൽ സ്നേഹം തിരിച്ചും മറിച്ചും പ്രസംഗിച്ച ആളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാ സ്നേഹിക്കാൻ പറ്റുക? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് ഇത് പറ്റുക? ഇപ്പം ചിലരോടൊക്കെ നമ്മൾ ഈ വാക്യമൊക്കെ പറയുമ്പോൾ, എൻ്റെ ബ്രദറെ അതൊന്നും എന്നെക്കൊണ്ട്, എന്നോട് ഈ കാര്യങ്ങളൊന്നും ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല അല്ലേ? ഈ സ്നേഹിക്കാൻ ഇത് മാത്രം എന്നോട് പറഞ്ഞു, വേറെ ബാക്കി എന്ത് പറയാൻ ഞാൻ ചെയ്യാം, ഇതെനിക്ക് പറ്റത്തില്ല. ശരിയാ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു ഒരു കാര്യവും നിങ്ങൾ ആരെ കൊണ്ടും പറ്റത്തില്ല. കർത്താവ് സ്നേഹിക്കാൻ പറഞ്ഞു, ആരെ സ്നേഹിക്കാൻ? ശത്രുവിനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഇതൊരു 1000 വട്ടം പ്രസംഗിച്ച് വിശുദ്ധരാകുമോ? വിശുദ്ധരാകാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. പക്ഷെ അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? വിശുദ്ധിയുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്താൽ മതി, വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിച്ചാൽ മതി, വിശുദ്ധരാകും. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഈ മർമ്മം പിടികെട്ടാത്തപ്പോൾ ഇവരെന്ത് ചെയ്യും? എന്നാൽ ശരി വിശുദ്ധരായേക്കാന്ന് വിചാരിച്ചെങ്കിൽ വിശുദ്ധരാവാനൊരു ശ്രമം തുടങ്ങും. ഉപവസിച്ച് വിശുദ്ധരാവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കണ്ണ് കെട്ടി വിശുദ്ധരാവാൻ ശ്രമിക്കും, യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്ത് വിശുദ്ധരാകാൻ ശ്രമിക്കും, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ ചെറിയ ഫോൺ മാത്രം ഉപയോഗിച്ച് വിശുദ്ധരാകാൻ ശ്രമിക്കും. പിന്നെ ഇങ്ങനെ പല വെള്ള ഇട്ട് വിശുദ്ധരാകാൻ ശ്രമിക്കും, ഹവായി ചെരുപ്പിട്ട് വിശുദ്ധരാകാൻ ശ്രമിക്കും. എന്നാൽ ഇതെല്ലാം ചെയ്താലും ഹൃദയത്തിൽ എന്താ? അശുദ്ധിയാ. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയ പിന്നെ ഇതൊന്നും വേണ്ട, നീ കളർ ഇട്, നീ ബ്ലാക്കും ഇട്, യൂട്യൂബും കൊണ്ട് കൈ നടക്ക്, എന്നാൽ നിന്റെ കണ്ണ് മാറത്തില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ റെഡ് സ്ട്രീറ്റിലൂടെ നടക്ക്, നിന്റെ കണ്ണിൽ ഹല്ലേലൂയ അശുദ്ധിയുടെ ചിന്ത വരത്തില്ല. കാരണം വിശുദ്ധിയുടെ ആത്മാവാ നിന്റെ ഉള്ളിൽ. വിശുദ്ധിയുടെ ആത്മാവിലാ നീ ജീവിക്കുന്നേ, വിശുദ്ധിയുടെ ആത്മാവിലാ നടക്കുന്നേ. ഹല്ലേലൂയ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞങ്ങൾ കോഴിക്കോടാണല്ലോ. കോഴിക്കോട് ഒരു കൊയിലാണ്ടി ഉണ്ട്. കൊയിലാണ്ടിയിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എക്സിബിഷൻ ഉണ്ടാവും, എക്സിബിഷൻ. അപ്പോൾ എക്സിബിഷനിൽ പോയപ്പം ഒരു മുസ്ലിം കോളേജാണ്, മുസ്ലിം മദ്രസ കോളേജിൽ. അപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ശവം ഇതൊക്കെ ഇങ്ങനെ കാണിക്കാനൊക്കെയാണ് ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കും. അപ്പോൾ ആൾക്കാരൊക്കെ തന്നെ എക്സിബിഷൻ കാണാൻ വരും. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം ഈ ഒരു വലിയ രണ്ട് പാർട്ടീഷനായിട്ട് ഇത് തിരിച്ചിരിക്കുക. ഒരു വലിയ തുണി കെട്ടി, കറുത്ത തുണി കെട്ടി 2 പാർട്ടീഷൻ തിരിച്ചിരിക്കുക. എന്തിനാ വെച്ചാൽ ഒരു വശത്തൂടെ ആണുങ്ങൾ, മറ്റേ വശത്തൂടെ സ്ത്രീകളും ആണുങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, ഒരേ സൈഡിലൂടെ പോകാൻ പാടില്ല. കാരണം എന്താ, പ്രലോഭനം വരും. പ്രലോഭനം വരാതിരിക്കാൻ എന്തു ചെയ്യും, 2 പേരെയും തുണി വെച്ച് മറച്ച് 2 വഴിയിലൂടെ വിടുക, പ്രലോഭനം വരാതിരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇതൊക്കെ ലോകത്തിൻ്റെ പരിപാടികളാണ് വിശുദ്ധിക്കുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയാ വിശുദ്ധിയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നീ വിശുദ്ധനായി തീരും. നിന്റെ ഹല്ലേലൂയ. നിന്റെ കണ്ണിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന വിശുദ്ധിയുടെ ആത്മാവ് നിന്നെ നിയന്ത്രിക്കുമ്പോൾ നിന്റെ കണ്ണ് നിയന്ത്രിക്കപ്പെടും, നാവ് നിയന്ത്രിക്കപ്പെടും, ജീവിതം നിയന്ത്രിക്കപ്പെടും, മനസ്സ് നിയന്ത്രിക്കപ്പെടും, ചിന്തകൾ നിയന്ത്രിക്കപ്പെടും. കാരണം നാം ജീവിക്കുന്നത് വിശുദ്ധിയുടെ ആത്മാവിൻ്റെ പ്രമാണത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.